ഹായ് കുട്ടീസ്, ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒരു ചെറിയ പുഴുവിന്റെ വലിയ കഥയാണ്. ഒരു ദിവസം മുഴുവൻ പൂന്തോട്ടത്തെയും രക്ഷിച്ച ഒരു കുഞ്ഞു ഹീറോയുടെ കഥ. ഒരു മനോഹരമായ പൂന്തോട്ടത്തിൽ മിട്ടു എന്ന ചെറിയ പുഴു താമസിച്ചിരുന്നു. പൂക്കളും തേനീച്ചകളും ചിത്രശലഭങ്ങളും നിറഞ്ഞ ആ പൂന്തോട്ടം മിട്ടുവിന് വളരെ ഇഷ്ടമായിരുന്നു. ഒരു ദിവസം അവനൊരു മനോഹര ചിത്രശലഭത്തെ കണ്ടു. നിറമുള്ള ചിറകുകൾ വിരിച്ച് അത് പൂവിൽ നിന്നും പൂവിലേക്ക് പറക്കുന്നത് കണ്ടപ്പോൾ മിട്ടു വിഷമിച്ചു. എനിക്കെന്തുകൊണ്ടിങ്ങനെ പറക്കാൻ കഴിയുന്നില്ല, അവൻ സങ്കടപ്പെട്ടു. അപ്പോൾ ഒരു ബുദ്ധിമാനായ നത്തി അവന്റെ അടുത്തെത്തി. മിട്ടു, മറ്റുള്ളവരെ പോലെ ആകാൻ ശ്രമിക്കേണ്ട, നിനക്കും നിന്റെ സ്വന്തം കഴിവുകളുണ്ട്, നത്തി പറഞ്ഞു. ആ വാക്കുകൾ മിട്ടുവിന് പുതിയ ധൈര്യം നൽകി. അടുത്ത ദിവസം മുതൽ മിട്ടു എല്ലാവരെയും സഹായിക്കാൻ തുടങ്ങി. ഉറുമ്പുകൾക്ക് ഭാരമുള്ള ഇലകൾ നീക്കാൻ സഹായിച്ചു. ആൻഡ് പിന്നെ അവൻ മണ്ണിനടിയിൽ ചെറിയ തുരങ്കങ്ങൾ കുഴിക്കാൻ തുടങ്ങി. ദിവസങ്ങൾ കടന്നുപോയി. മിട്ടു ഒരുപാട് തുരങ്കങ്ങൾ ഉണ്ടാക്കി. ഒരു രാത്രി വലിയ മഴ പെയ്തു. മഴവെള്ളം പൂന്തോട്ടം മുഴുവൻ നിറയാൻ തുടങ്ങി. ചെറിയ ജീവികളെല്ലാം പേടിച്ചു. അയ്യോ, നമ്മുടെ പൂന്തോട്ടം നശിച്ചുപോകും. എല്ലാവരും കരഞ്ഞു. പക്ഷെ അപ്പോഴൊരു അത്ഭുതം സംഭവിച്ചു. മിട്ടു കുഴിച്ച തുരങ്കങ്ങളിലൂടെ മഴവെള്ളം ഒഴുകിപ്പോകാൻ തുടങ്ങി. വെള്ളം കെട്ടിക്കിടക്കാതെ പുറത്തേക്ക് പോയി. ചെടികളും പൂക്കളും രക്ഷപ്പെട്ടു. രാവിലെ മഴ നിന്നപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ചുറ്റും നോക്കി. നമ്മളെ രക്ഷിച്ചത് ആരാണ്? അവർ ചോദിച്ചു. ബുദ്ധിമാനായ നത്തി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മിട്ടു. ഉറുമ്പുകളും തേനീച്ചകളും ചിത്രശലഭങ്ങളും എല്ലാം മിട്ടുവിന് കൈയടിച്ചു. അപ്പോഴേക്കും ആ ചിത്രശലഭവും അവിടെയെത്തി. മിട്ടു, ഞാൻ പറക്കാം, പക്ഷേ ഇന്ന് ഈ പൂന്തോട്ടത്തിലെ യഥാർത്ഥ ഹീറോ നീയാണ്. മിട്ടുവിന്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് തിളങ്ങി. അവൻ മനസ്സിലാക്കി, ഓരോരുത്തർക്കും സ്വന്തം കഴിവുകളുണ്ട്, മറ്റുള്ളവരെ പോലെ ആകേണ്ടതില്ല. നമ്മുടെ കഴിവുകൾ ഉപയോഗിച്ച് മറ്റുള്ളവരെ സഹായിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ഹീറോകളാകുന്നത്. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യരുത്. സ്വന്തം കഴിവുകൾ കണ്ടെത്തി പരിശ്രമിച്ചാൽ ചെറിയവർക്കും വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ബൈ കുട്ടി.